എന്താ ജോൺസൺ? മേനോന്റെ വീട്ടിൽ ഭയങ്കര ബഹളം. പണിമുറയ്ക്ക് തൊഴിലാളികൾ അക്രമം കാണിച്ചു. അയാളുടെ വീട്ടിലെ കള്ളക്കണക്കുകൾ കള്ളപ്പണവും എല്ലാം പിടിച്ചു. നന്നായി. അപ്പോ സർക്കാരിന് കഴിവും നിയമത്തിന് ബലവും ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. റെയ്ഡിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അയാൾ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പൂട്ടിയിട്ടു. അതിലല്ലേ നമ്മുടെ രാജ്യത്ത് പോലീസും പട്ടാളമൊക്കെ ഉള്ളത്. പോലീസ് ഇൻസ്പെക്ടർ അയാൾ വിരട്ടിവിട്ടു. നിങ്ങൾ പോകും. നമ്മുടെ യൂണിയൻ ഉള്ളവരോട് പറയണം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാൻ. എന്റെ ആശാനെ, ആദ്യം തീറ്റ ഒന്ന് നിർത്ത്. ഇപ്പൊ കഥ ഏതാണെന്ന് മനസ്സിലായല്ലോ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്റെ ആശാനെ, ഇത് വൃന്ദാവനം. ഇതോ വൃന്ദാവനമോ? ആശാനെ, സങ്കല്പം. ഓ അങ്ങനെ. അതായത് രാധ ഇവിടെ പൂ നുള്ളിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കി, പൂ നുള്ളിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ പുറകെ കൂടെ വന്നു ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ ഇതേപോലെ. നമുക്ക് നോക്കാം. ഒന്ന് വന്നേ. ഓക്കെ, ആക്ഷൻ. പിടിവിട് പിടിവിട്. കെട്ടിപ്പിടിക്കണ്ട കെട്ടിപ്പിടിക്കണ്ട. വളരെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ. അത് മതി, ലൈറ്റ് ആയിട്ട് ഓവറാക്കണ്ട. നോക്കാം. ആക്ഷൻ. കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞില്ലേ? കണ്ണുപൊത്തിയാ പോരെ? വളരെ ലൈറ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട്. വേണ്ട വേണ്ട വേണ്ട, മേത്തോട്ടുള്ള കളി വേണ്ട. ഇങ്ങോട്ട് പറയില്ലേ? നാരായണല്ലേ അടുത്ത് നിൽക്കാൻ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു വിചാരിച്ച് നിങ്ങളുടെ നിപ്പ് കണ്ടാലും ഭാര്യ ഭർത്താവാണെന്ന് തോന്നുമല്ലോ. അതെ, കൃഷ്ണന്റെ പിന്നെ ആരാ? അതും കഥയിലല്ലേ എന്ന് വെച്ച് ഇവിടെ ചെയ്യണമെന്നുണ്ടോ? ഇനി ചെയ്യേണ്ടത് ഞാൻ പറയാം. അതായത് രാധ പൂ വീർത്തോണ്ട് നിൽക്കുകയാണ്. കൃഷ്ണൻ അതിലേക്കൂടി ഇങ്ങനെ കറങ്ങി വന്ന് വളരെ ലൈറ്റ് ആയിട്ട് ദേഹത്തോടാതെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം. നമുക്ക് നോക്കാം. ഓക്കെ, ആക്ഷൻ. കറങ്ങി വന്നോ. രാധ പൂ വീർത്തോളൂ, രാധ പൂ വീർത്തോളൂ. ലൈറ്റ് ആയിട്ട്. അതങ്ങോട്ട് ഓടുന്നു. പുള്ളിക്ക് ഇവിടുത്തെ ചാപ്പാട് നല്ല പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. തരവില്ല, പുള്ളി വരുന്നവരെ നമുക്കൊന്ന് റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കൃഷ്ണൻ. വേണ്ട വേണ്ട വേണ്ട, തൊട്ടുകളി വേണ്ട. പുള്ളി വന്നിട്ട് എടുക്കാല്ലേ? മരുമകളെ കറക്കാൻ നല്ല ആരോഗ്യവും പരിചയവുമുള്ള ഒരു കറവക്കാരനെ ആവശ്യമുണ്ട്. സാർ എന്തോന്നായി വായിക്കുന്നത്? മരുമകളെ കറക്കാൻ കറവക്കാരനോ? എരുമയായിരിക്കും. എടാ, മരുമകളും എരുമയും കണ്ട തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട്. എന്നാ അച്ചടി പശകായിരിക്കും. നോക്ക്, പുതിയ ലിപി ലിപി. അയ്യോ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലാലി നാറിയ പണി എന്നെ കൊണ്ട് ഒക്കത്തില്ല. എന്ത് അന്യായം! പോലീസുകാരൻ തൂപ്പുകാരുടെ ജോലിയൂടെ ചെയ്യണോന്നു. എടാ അന്യായ ഔസപ്പേ, തൂപ്പുകാരി പ്രസവ ലീവ് ചോദിച്ചു, കൊടുക്കണ്ടായോ? ഇല്ലെങ്കിലേ അവൾ ഇവിടെ പ്രസവിക്കൂ. എന്ത് പണ്ടാരമായാലും ശരി, ഈ പണി എന്നെ കൊണ്ടൊക്കത്തില്ല. സ്റ്റേഷനിൽ പരാതിയുമായി വരുന്നവർക്ക് ഇരിക്കാൻ കസേരയും കുടിക്കാൻ വെള്ളവും കൊടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ പുതിയ ഉത്തരവ് താനും കണ്ടതല്ലേ? നമസ്കാരം. നമസ്കാരം നമസ്കാരം എല്ലാവർക്കും. അല്ല, ഇതാരാ? മത്തച്ഛനോ? മത്ത വേദിക്കായിരുന്നു. ഇപ്പം വെളിയിലോട്ട് ഇറങ്ങി പോക്കറ്റ് അടിച്ച് എന്റെ പണത്തിന്റെ കാര്യം അറിയാൻ ഇങ്ങോട്ട് കയറിയതാ. അപ്പൊ പരാതിക്കാണ് കസേര ചേർന്ന് കൂടെ എടുക്കാം. അയ്യോ വേണ്ട, അംഗത്തമാരിക്കുമ്പോ ഞാൻ എങ്ങനെ നിക്കാനാ? ഇരിക്കാനല്ലേ പറഞ്ഞത്? എടോ, സ്റ്റേഷനിൽ പരാതിയുമായി വരുന്നവർക്ക് ഇരിക്കാൻ ദാഹജലവും കുടിക്കാൻ ദാഹജലവും ഇരിക്കാൻ കസേരയും കൊടുക്കണമെന്നാണ് പുതിയ ഉത്തരവ്. വെള്ളമെടുക്കാൻ അയ്യ അയ്യ നല്ല മനുഷ്യൻ. കൊടുക്ക് കുടിക്കാൻ. ഒരു ഗ്ലാസും കൂടി വെള്ളം എടുക്കേ. അയ്യോ വേണ്ടായിരുന്നു, ദാഹമില്ല. അല്ല സാർ, നമുക്ക് കുടിക്കാം. നല്ല വെള്ളം കുടിച്ച.
കുറച്ചും കൂടി എടുക്ക്. അയ്യോ വേണ്ട. രാവിലെ ഞാൻ കഞ്ഞിയും പുഴുക്കി കഴിച്ചതാ. ഇപ്പൊ പോയെ. കുടിച്ചേ പറ്റൂ. കുടിക്കടാ. വേണ്ട കുടിക്കടാ. വേണ്ട ആകാം. കുടിക്കടാ. കുടിക്കടാ. കുടിക്കടാ അങ്ങോട്ട്. അങ്ങത്തെ ഈ വെള്ളത്തിന് എന്തോ ഒരു ഗന്ധം. എടോ അത് ഈ കുടത്തിന്റെ കുഴപ്പമാ. ഇതേ ആ ലോക്കപ്പ് മുറിയിലെ കൊടവ. വെള്ളം കൊടുക്കാനുള്ള ഉത്തരവേ വന്നിട്ടുള്ളൂ. കോട്ടം സാങ്ഷൻ ആയില്ല. അതെ. കർത്താവേ അത് എന്നാ പണിയായി ഇവിടെ ഛർദ്ദിക്കുന്നത്. എന്താടാ വെള്ളം വെള്ളം അടിച്ചിട്ടാ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്? അയ്യോ സാറേ, വെള്ളം അടിച്ചതല്ല, വെള്ളം കുടിപ്പിച്ചതാ. ഇയാൾ ഇവിടുത്തെ സ്ഥിരം പരാതിക്കാരനാ. ഇപ്പൊ ഒരു പരാതി വന്നിട്ട് അങ്ങോട്ട് പോവായിരുന്നു. എന്റെ തുണി തുണി എന്താടാ ഇത്? ആ കുടം ദാഹജലം. എടുത്ത് മാറ്റോ. എടുത്ത് മാറ്റോ. ആ മേനോന്റെ ഫാക്ടറിയിൽ വീണ്ടും സമരം. എപ്പോഴും നിങ്ങൾ 4 പേരുടെ ഡ്യൂട്ടിയിൽ ഉണ്ടാവണം. അവിടെ സ്ഥിരമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതാണ് നല്ലത്. നമ്മൾ വേണ്ടത്ര സംരക്ഷണം കൊടുക്കുന്നില്ലെന്നാണ് അയാളുടെ പരാതി. നമ്മൾ ആരും ഇടപെടേണ്ട സർ. അവിടുത്തെ തൊഴിലാളികൾ തന്നെ അയാളെ കൈകാര്യം ചെയ്തോളൂ. നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും നിങ്ങൾ 4 പേര് സ്ഥിരമായി അവിടെ ഉണ്ടാവണം. അല്ല നമസ്കാരം നമസ്കാരം നമസ്കാരം. എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? അപ്പോ ആളുകൾ പറയുന്നത് ശരിയാ. എന്തോന്നാ തുറന്നു പറ. അല്ല, കാതർ ഇവിടെ കൂടെ തന്നെയാണോ താമസം? ഇത് നമ്മുടെ വീട് തന്നെയല്ലേ? അപ്പോ നിനക്ക് 1, 2, 3 ഭർത്താക്കന്മാർ. അമ്മേ, എന്താ ഈ പറയുന്നത്? ആ, പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരായിരുന്നല്ലോ. ഇവരുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ട്. ശരിയാ, പൊതുവെ ഒരു രസമുണ്ട്. എന്താ പറഞ്ഞേ? ഒന്ന് മിണ്ടായിരിക്കാവോ? നാരദൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. എത്ര ഇഷ്ടക്കാരായിരുന്നാലും ഇമ്മാതിരി കാര്യം വരുമ്പോ തമ്മിൽ തെറ്റും. ഇവരെന്ത് വൃത്തിയുടായി പറയുന്നത്? അവരെന്തോ പറയട്ടെ കൗസല്യേ. പത്മിനി പടമൊക്കെ ഉണ്ടല്ലോ. മലയാളം കുറവാ, ഹിന്ദിയും തെലുങ്കുമാ കൂടുതല്. നമ്മുടെ പടം എന്തായി? ഉടനെ തുടങ്ങും. ഡേറ്റ് അറിയിക്കാം. അതറിയാനാ വന്നത്. ഇദ്ദേഹം നല്ലതുപോലെ പാടുമെന്ന് കേട്ടല്ലോ. എന്താ, പത്മിനിക്ക് പാട്ട് പഠിക്കണമെന്നുണ്ടോ? ഒരു പടത്തിൽ പാടി അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വന്നോളൂ, എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്താ പറയുന്നേ? ഒന്നും പറയുന്നില്ല. പറയാനൊന്നുമില്ലടി. ഇങ്ങേർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാ. കല്യാണം കല്യാണം ചതിച്ചോ നാരായണ? എനിക്ക് ആരോടും ചോദിക്കാനില്ല. ഒരു ദിവസം അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങേ. അല്ല, ഇതിലാരാ വരേണ്ടത്? എന്റെ മോക്ക് ചേരുന്നത്. എന്റെ പൊന്ന് പത്മിനി, ഒന്ന് വിളിച്ചോണ്ട് പോ. അമ്മേ, ആ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സന്തോഷം. അപ്പോ എന്റെ കാൾ ഷീറ്റ്? കോൾ ഷീറ്റ് ആക്കണ്ട, ഫുൾ ഷീറ്റ് ആക്കിക്കോ. ഓക്കെ, വരൂ അമ്മേ. ആ, വരട്ടെ. ஏசி எல்லாம் ஆஃப் பண்ண. என்ன வீடெல்லாம் பத்திரம், ஜாக்கிரதை. ஏய் சோம்பேறி பசங்களா, சீக்கிரம் வாங்கடா. காலையில 7 மணிக்கு ஷூட்டிங். சேருங்கடா. அப்படியே எந்த சேர கூட எடுத்தோம். ஏண்டா டோர் திறந்து வைக்க கூடாது? அறிவு கட்ட முண்டம். நம்ம தான் பாக்கணும். மக்களுக்கு இருக்கும். சீக்கிரம் ஏடி, முடிச்சிட்டு நிக்காம. காஸ்டியூம்ஸ் எல்லாம் எடுத்து வச்சாச்சுல? ஏண்டா, உனக்கு முன்னாடி உட்கார கூடாது? காஸ்டியூம் இருக்கு, பாப்பா பக்கத்துல உட்காரணும். சீக்கிரம் வா.
எல்லாம் நம்மளே பார்க்க வேண்டியதா இருக்கு. சீக்கிரம் வா. ஏய், டோர் மெதுவா சாத்துடா. ആ അമ്പലത്തിൽ പോയിട്ട് കൗസല്യ എന്താ ഇത്ര താമസിച്ചത്? ഞാൻ പുറത്തു നിന്ന് പാട്ട് കേൾക്കായിരുന്നു. എന്റെ സംഗീത സാധകം ഒരു ശല്യമായോ? ഏയ്, സംഗീതം എന്റെ ആത്മാവാണ്. പാടുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ പരമാനന്ദം പകരുന്ന ഒരു അനവദ്യ സിദ്ധിയാണ് സംഗീതം. ഓ, തുടങ്ങിയോ രാവിലെ സംഗീത ചർച്ച? അവിടെ ഇരിക്കരുത്, അവിടെ ഇരിക്കരുത്. എല്ലാവരും വരൂ, കാപ്പി കുടിക്കാം. വിഗ്രഹം വരൂ. ശൈലം വിഗ്രഹം. ഇതാര് കണ്ടാലും അടിച്ചത് തന്നെ. ഇരിക്കൂ, ഞാനിപ്പോ കാപ്പി കൊണ്ടുവരാം. എനിക്ക് ഏകാദശി വ്രതമാണ്. ഓഹോ, അപ്പൊ ഇന്ന് മുഴുവൻ പട്ടിണിയാണെന്ന് അർത്ഥം. ഇദ്ദേഹത്തിന് എന്റെ പാചകം ഒന്നും പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. കൗസല്യയുടെ കൈ കൊണ്ട് എന്തു തൊട്ടാലും അത് അമൃതാണ്. രാവിലെ കിളത്താതെ. ചക്കാത്തി ശാപ്പ അടിക്കുന്നതല്ലേ, ഒരു അഭിനന്ദനെങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതി. ഇതേതാരാണ്? ആള് വന്നതിലും വളരെ ക്ഷീണിച്ചു അല്ലേ? വല്ല ഇറച്ചിയോ മീനൊക്കെ തട്ടണാശാനെ. ഞാൻ പാലും പഴങ്ങളും മാത്രമേ കഴിക്കാറുള്ളൂ. ഇവൻ ഏതടാ? ഒരു പാവം പെൺകുട്ടി ആക്രമിക്കുന്നത് കണ്ടിട്ട് മിണ്ടാതെ നോക്കി നിൽക്കുന്നു. നിങ്ങൾ മനുഷ്യരാണോ? എടോ, ഇത് സിനിമ ഷൂട്ടിങ്ങാ. ഷൂട്ടിങ്? എക്സ്ക്യൂസ് മീ സർ, ഇദ്ദേഹം ഈ നാട്ടുകാരനല്ല, അറിയാതെ വന്നതാ. ആ, ചെറിയ ഫീൽ ക്ലിയർ. കാറിൽ പോയിരിക്കണം. അവിടെ ആ, അമ്മ. പോ. അമ്മാ, ടച്ച് കൊണ്ട് ഇങ്ങ പോ.